അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, നമ്മുടെ പശുക്കൾ വരുന്ന സമയത്ത് കടിഞ്ഞൂല് പശുക്കളെ വിഷ്ണു എടുക്കാറില്ലേ എന്ന്. കടിഞ്ഞൂല് പശുക്കളെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇതൊരു കടിഞ്ഞൂല് പശുവാണ്, കന്നിപ്പശു. ഈ കന്നിപ്പശുവിനെ കൂടുതലും എടുക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ കന്നിപ്പശുവിനെ എൻ്റെ വീട്ടിൽ നിർത്തി വളർത്തിയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ച് കൊടുക്കാം. പാലിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ചിലവർ ഈ കന്നിപ്രസവത്തിന് നേരത്തെ കുട്ടിക്ക് നല്ലപോലെ തീറ്റ കൊടുത്ത് ചിലപ്പോൾ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടി നല്ലപോലെ സൈസാവും. അപ്പോൾ പ്രസവത്തിന് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കന്നി പശുക്കളെ കൂടുതലും ഞാൻ ഒഴിവാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പാല് വളരെ കുറവായിരിക്കും. ചില പശുക്കൾക്ക് പാല് കിട്ടുന്നതുകൊണ്ട് പാലിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അത്തരത്തിലുള്ള നല്ലൊരു പശുവാണ്. ഏകദേശം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും വീടുകളിൽ പോയി എടുത്തപ്പോൾ അവിടുന്ന് സ്ഥിരം എടുക്കുന്ന ഒരു പാർട്ടിയുടെ നല്ല ഒരു കൊമ്പൻ പശു. കൊമ്പൻ പശു എന്നാൽ ഈ കൊമ്പിൻ്റെ ഇത് കൊമ്പ് തമിഴ്നാട്ടിൽ കൊമ്പൻ പശു എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല കട്ടിക്കൊമ്പുള്ള പശുവാണ്. അതുപോലെ പ്രായം ചോദിക്കും. പ്രായം 2 പല്ലേ ഉള്ളൂ. നല്ല കിടാരിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം സെയിലായ ഒരു പശുവാണ്. നല്ല എണ്ണ കറുത്ത സുന്ദരി എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ള നല്ല പശുവാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നല്ല പശുക്കളെ വേണ്ടവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാ ആഴ്ചയിലും അല്ല, ഇപ്പം നമുക്ക് പശുക്കളുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ആണെന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ഇറക്കി കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള വണ്ടിക്കൂലി അവർക്ക് ആവത്തില്ല. അപ്പോൾ അത്തരത്തിൽ പശുക്കളെ വേണ്ടവർ നമ്മുടെ കൊല്ലം പരമുള്ള വിഷ്ണു വി എസ് ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നല്ല പശുക്കളാണ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരുപാട് പശുക്കളെ കൊണ്ടുവരും. അത്തരത്തിൽ എല്ലാ പശുക്കളെയും വീഡിയോയിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ പല പശുക്കളും സെയിലാവുന്നതാണ്. ചിലരുടെ അഭ്യർത്ഥന പ്രകാരമാണ് വീഡിയോയിൽ നമ്മൾ പശുക്കളെ കൊണ്ടുവരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പശുക്കളെ നിങ്ങൾ വേണമെങ്കിൽ നേരത്തെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പശുക്കളെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോൾ അത്തരത്തിലുള്ള പശുക്കളെയാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവന്ന് കർഷകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പശുക്കളെ വേണ്ടവർ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയും, നമുക്ക് ഈ സ്കിന്നിൻ്റെ തോൽക്കട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം അതിപ്പോൾ ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഏകദേശം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്ന, എനിക്ക് ഈ പാല് കിട്ടുന്ന പശുക്കൾക്ക് തോൽവണ്ണം വളരെ കുറവാണ്, തോൽക്കട്ടി കുറവാണ്. അപ്പോൾ തോൽക്കട്ടിയിൽ കുറഞ്ഞ നല്ല ഒരു സുന്ദരിയായിട്ടുള്ള നല്ലൊരു, ഇപ്പോൾ ഇത് ഏതാ ഇനമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ജേഴ്സിയിൽ ഏകദേശം അവിടുത്തെ ഒരു A2 മിൽക്ക് തരുന്ന ഏത് നാടനും ആവാം. ഒരു നാടൻ സിന്ധിയുമായിട്ടൊരു മിക്സ് ഉണ്ട്. സിന്ധിയിൽ ജേഴ്സി ക്രോസ് ആണ്. ബ്ലാക്ക് കളർ കയറിയെന്നേ ഉള്ളൂ. മെജോറിറ്റി നല്ലൊരു പശുവാണ്. നല്ല A2 മിൽക്ക് ആയിരിക്കും. നമ്മുടെ വെയിലും കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ള പശുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളെ വേണ്ടവർ നമ്മുടെ കൊല്ലം പരമുള്ള വിഷ്ണു വി എസ് ഡയറി ഫാമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ 6 പല്ല് പ്രായം മാത്രമുള്ള ഒരു പശുവാണ് ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. നല്ല തീറ്റയും കുടിയും നല്ല സ്വഭാവവും ഒക്കെ ഉള്ള നല്ലൊരു പശു. പ്രസവിച്ച് ഏകദേശം ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഏകദേശം രാവിലത്തെ പാല് തന്നെ 7 ലിറ്ററിന് മുകളിലോട്ട് പോയിട്ടുണ്ട്. പാൽ ഇനിയുമാകും. അപ്പം നല്ലൊരു പശുവാട്ടോ. നല്ല മേനിക്കൊഴുപ്പും അതുപോലെ കറക്കാനൊക്കെ ഭയങ്കര സുതാര്യമാണ്. നമുക്ക് തട്ടോ മുട്ടോ ഒന്നുമില്ല. ഞാൻ മേനിക്കൊഴുപ്പിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്. അതുപോലെ മേനിക്കൊഴുപ്പിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു പശുവാണ്. തോൽക്കട്ടി ഒട്ടും കട്ടിയില്ല. അതുപോലെ തന്നെ ഒറ്റ ചൊരത്തേ ഉള്ളൂ. കറക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. കറവക്കാർ വേണമെന്നില്ല. സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാം. തമിഴ്നാട്ടിലും ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെട്ട് എടുത്തുകൊണ്ട് വന്നൊരു പശുവാണ്. അപ്പം അത്യാവശ്യം അതിൻ്റെ ഏകദേശ പ്രകൃതമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ജേഴ്സിക്ക് അത് ചെറിയൊരു സിസ് ബ്രൗണിൻ്റെ ക്രോസ് ഉണ്ട്. അത്യാവശ്യം പാൽശേഷിയുള്ളൊരു പശുവാണ്. നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പശുക്കളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു മുട്ടപ്പശുവാണ്. ഒറിജിനൽ മുട്ടയല്ല, കൊമ്പ് കരിച്ച മുട്ടയാണ്. ഞാൻ എല്ലാം വ്യക്തമാക്കി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്. കൊമ്പ് കരിച്ച മോഴയാണ്. അത്യാവശ്യം നല്ല അകിടും നല്ല പാൽഞ്ഞരമ്പും ഒക്കെ ഉള്ള നല്ല സ്വഭാവം ഒക്കെ ഉള്ള നല്ല സുന്ദരിയായിട്ടുള്ളൊരു പശു കേട്ടോ. മുട്ടപ്പശു എപ്പോൾ വന്നാലും ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാതെ വീഡിയോയിലെങ്ങും പോകാറില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുവാണ്. ഏകദേശം പ്രസവിച്ചിട്ടൊരു 4 ദിവസത്തോളം ആയി. അത്യാവശ്യം നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള ഒരു മോട്ടിപ്പശുവാണ്. അപ്പം ഇത്തരത്തിലുള്ള പശുക്കളെ നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്നുണ്ട്. ഈ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞിരിക്കും. അത് പശുക്കളുടെ ഇനവുമായിട്ട് യാതൊരു ബന്ധമില്ല. എങ്കിലും നമ്മുടെ പശുക്കൾ നമ്മളുമായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം സ്ട്രെസ്സ് കൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശുക്കളുമായിട്ട് നല്ലൊരു ആത്മബന്ധം വേണം. പശുക്കൾ അത്യാവശ്യം നമ്മളോട്ട് നല്ല ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും. ഈ സ്ട്രെസ്സ് കൊണ്ടാണ് തൈലേറിയ, അനാപ്ലാസ്മ, ബബീഷിയോസ് ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ കൊണ്ടുവരുന്ന ഈ പശുക്കളെല്ലാം അത്യാവശ്യം പാലിൻ്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റിയാണ്. ടോപ്പ് പാലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ്.
തട്ട് കുത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കേരളത്തിൻ്റെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ കൊല്ലത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട്. ഈ കൊല്ലം ചൂടിൽ തന്നെ അത്യാവശ്യം നല്ല ജില്ലായിട്ട് നിൽക്കാൻ പറ്റുന്ന പശുക്കളാണ്. എല്ലാ പശുക്കളും ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഓരോരുത്തർ കണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പശുക്കളെല്ലാം നമ്മുടെ ദൂര സ്ഥലങ്ങളിലോട്ട് പോകുന്ന പശുക്കളാണ്. അത്യാവശ്യം ഈ ചൂട് സമയത്ത് പോലും നമ്മൾ വെയിൽ കുറഞ്ഞ സമയത്തൊക്കെയാണ്, ചൂടില്ലാത്ത സമയത്തൊക്കെയാണ് ഇവരെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം മഴ സമയമായിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി പശുക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ കർഷകർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി പശുക്കൾ വേണമെങ്കിൽ നമ്മുടെ കൊല്ലം പരവൂരുള്ള വിഷ്ണു VS ഡയറി ഫാമുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക.